തണുത്ത ഓണം ജർമ്മനിയിലാണ്. വീട്ടുകാരില്ലാത്തതിൻ്റെ വിഷമമുണ്ടെങ്കിലും ആഘോഷിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ലിപ്സ്റ്റാഡിലെ വീട്ടിൽ വെച്ചാണ് ഓണാഘോഷം. ഞാൻ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ലിപ്സ്റ്റാഡിലേക്ക് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ലിപ്സ്റ്റാഡിലെ വീട്ടിലേക്ക് പോകുന്നത്. ബസ് സ്റ്റോപ്പിൽ രമ്യേച്ചി കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് എല്ലാ ചേച്ചിമാരെയും പരിചയപ്പെട്ടു. ചേച്ചിമാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണെങ്കിലും സംസാരത്തിനൊട്ടും കുറവില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും കൂടി ഭക്ഷണം പാകം ചെയ്യാം. എൻ്റെ വകയുണ്ടായിരുന്നു ഒരു കൂട്ടുകറി. ഞങ്ങൾ ഓരോരുത്തരും ഓരോ കറികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ സദ്യ ഏകദേശം റെഡിയാകുമായിരുന്നു. അതിനിടയ്ക്ക് രമ്യേച്ചി ഒരു ചായയൊക്കെ ഉണ്ടാക്കി. ഞങ്ങളൊന്നിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെയും സംസാരിച്ച്. വീട്ടുകാരെടുത്തില്ലെന്ന വിഷമം ലിപ്സ്റ്റാഡിലെ വീട്ടിലെത്തിയപ്പോൾ കുറച്ചൊക്കെ മാറിക്കിട്ടി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഏകദേശം ശരിയായി കഴിഞ്ഞപ്പോൾ സാരി സെറ്റാക്കുന്ന തിരക്കിലേക്കായി. സാരി രാവിലെ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ അറിയാത്തവരായതുകൊണ്ട് രാത്രി തന്നെ എല്ലാ പ്ലേറ്റും ഒക്കെ എടുത്ത് മടക്കി ഇസ്തിരി ഇട്ട് വെച്ച്. അത് കഴിഞ്ഞൊരു തിരുവാതിര പ്രാക്ടീസ് എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 1.5 മണിക്കൂർ തിരുവാതിര പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കയ്യിൽ മെഹന്തി ഇട്ട്. ഡസ്റ്റിന ചേച്ചിയായിരുന്നു ഡിസൈനർ. ഞങ്ങൾ ഓരോരുത്തർ ക്യൂ ആയി നിന്ന് ഓരോരാളും മെഹന്തി ഇട്ട്. എല്ലാവരുടെ കയ്യിലും മെഹന്തി ഇട്ട് ഡസ്റ്റിന ചേച്ചി സ്വന്തം കയ്യിൽ മെഹന്തി ഇട്ട് കഴിയുമ്പോഴേക്കും സമയം 3 കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3-3:30 ആയപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങിയത്. ഉറങ്ങാൻ എത്ര നേരം വൈകിയാലും രാവിലെ നേരത്തെ എണീക്കണം എന്നായിരുന്നു ഞങ്ങളെല്ലാവരുടെയും പ്ലാൻ. അങ്ങനെ 6 മണിക്ക് അലാറം സെറ്റ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു. കൃത്യം 6 മണിക്ക് അലാറം അടിച്ചെങ്കിലും ഞങ്ങൾ എഴുന്നേൽക്കാൻ 6:15. എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് റെഡിയായി നേരെ പൂക്കളം ഇടാൻ വന്ന്. രാവിലെ തന്നെ പൂക്കള ഭംഗി കണ്ടപ്പോൾ ഉറക്കമൊക്കെ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ഓരോ പൂവും തരംതിരിച്ച് പൂക്കളം വരഞ്ഞ് പൂവിട്ടു. പൂ തികയില്ലെന്ന് വിചാരിച്ച് ചെറിയൊരു പൂക്കളം വരച്ച ഞങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പൂവിട്ട് വന്നപ്പോൾ വലിയൊരു പൂക്കളമായിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എറിക്ക വന്നു. എറിക്കയെ ഞങ്ങൾ സാരി ഉടുപ്പിച്ച്. ആദ്യമായിട്ടാണ് എറിക്ക കേരള ഡ്രസ്സ് ഇടുന്നത്. എറിക്ക ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ഉടുത്തതിനേക്കാളും ഭംഗിയിൽ എറിക്ക സാരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട്, അത് കഴിഞ്ഞ് തിരുവാതിര. പ്രാക്ടീസ് കുറഞ്ഞത് കാരണം കുറച്ചൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഒരുവിധം നന്നായി കളിച്ചു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അകത്തെ തിരുവാതിര കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടായിരുന്നു. ഫോട്ടോഷൂട്ട് തകൃതിയായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കറങ്ങിയും നിന്ന് ഫോട്ടോഷൂട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്ത്. പിന്നെ ചേച്ചിമാരുടെ ഡാൻസ്. നാട്ടിൽ നിന്ന് ഡാൻസൊക്കെ നിർത്തി ജർമ്മനിയിൽ വന്ന ഡാൻസൊക്കെ കളിക്കാൻ പറ്റില്ലെന്ന് കരുതിയാൽ ഞാൻ ഒരുപാട് ഡാൻസ് കളിച്ച് റീൽസൊക്കെ സെറ്റാക്കി ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പറ പോസ്റ്റ് ചെയ്ത്. റീൽസും പാട്ടും ഡാൻസൊക്കെ ആയപ്പോൾ ഏകദേശം 1:30 പിന്നെ വിശപ്പിൻ്റെ വിളി വന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ അടുക്കളയിലേക്ക് പോയി. അവിടെ ഡൈനിങ് ടേബിളിൽ ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഇലയിട്ട് സദ്യ വിളമ്പി. ഞങ്ങൾ ആസ്വദിച്ച് സദ്യ കഴിച്ച്. സദ്യയിലെ ഓരോ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഉണ്ടാക്കുമെന്നും ജർമ്മനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കൽ ഞങ്ങൾക്ക് വലിയൊരു ടാസ്ക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. ചെറിയൊരു ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഓണക്കളികളുടെ വീഡിയോസൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, ചൂസ്.